ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ടുവേർഡ്സ് യു? നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തെല്ലാമാണ്? കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അയാളുടെ മുഖം മനസ്സിൽ ഓർക്കുക. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ആലോചിക്കുന്നത് നോക്കാം. ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ മൂല്യം അയാൾക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ആരാധിക്കുക, മിസ് ചെയ്യുക, നിങ്ങളുണ്ടായിരുന്ന കാലത്തെക്കുറിച്ച് ആലോചിക്കുക, അതിനെ മൂല്യമുള്ളായിരുന്നു, നിങ്ങൾ എത്രത്തോളം മൂല്യമുള്ള ആളായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ചെന്നതിന് ശേഷമായിരിക്കും അവരുടെ ലൈഫിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിട്ടുള്ളത്. ഒരു ചിന്താഗതികളിൽ ലോവറായിരുന്ന, വസ്ത്രധാരണത്തിൽ ലോവറായിരുന്ന, എല്ലാ കാര്യങ്ങളിലും ഒരു ലോവർ ലെവൽ ചിന്ത ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ ചിലപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെന്നതിന് ശേഷമായിരിക്കും അവരുടെ ചിന്താഗതിയിലും അവരുടെ മിക്കവാറും എല്ലാ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഡ്രസ്സിങ്ങും ഒക്കെ മാറിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൂല്യം എന്തായിരുന്നു എന്ന് ഇപ്പോഴാണ്, നിങ്ങളെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ശരിക്കും ഈ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങളെ വളരെ മൂല്യമുള്ള ഒരാളായിട്ട് ഈ നിമിഷം അയാൾ കരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള ഫസ്റ്റ് ഫീലിംഗ് നിങ്ങൾ വളരെ മൂല്യമുള്ള ആളായിരിക്കുന്നു അല്ലെങ്കിൽ ആളായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലാവുന്നതാണ്. 2 ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളോട് പ്രത്യേക ഒരു സ്നേഹം ഇപ്പോൾ അയാൾക്ക് തോന്നുന്നുണ്ട്. ഈ സ്നേഹം നിറഞ്ഞൊഴുകുക എന്നൊക്കെ പറയത്തില്ലേ, ഇതാണ് നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹം ഉണ്ടാവുക. ഒരുതരം സ്പിരിച്വൽ അവേക്കനിങ്ങിനോട് കൂടിയുള്ള ഒരു സ്നേഹം തോന്നുക എന്നുള്ളതാണ്. അവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ളത് കോൺഫ്ലിക്റ്റുകൾ, നിങ്ങൾക്കുള്ളിലുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ബ്രേക്കപ്പ് ആയി പോയ ട്രസ്റ്റ് ഒക്കെ തിരിച്ചു വരണം എന്നാൽ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം എന്നതിൽ ആഗ്രഹിക്കുന്നു എന്നാണ് ഏസ് ഓഫ് കപ്പ് പറയുന്നത്. ഒരു പ്രത്യേക സ്നേഹം നിങ്ങളോടിപ്പോൾ അയാൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരു റീയൂണിയൻ അയാൾ ആഗ്രഹിക്കുന്നതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഓഹോ, 4 ഓഫ് വാണ്ട് ഇതും ഒരു റീയൂണിയൻ്റെ കാർഡാണ്. അയാൾ ശരിക്കും നിങ്ങളെ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങളുടെ അടുത്തൊന്ന് ഇരിക്കണം എന്നൊക്കെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. കാണണം എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നവർ കാണുന്നുണ്ട്. അതുപോലെ കല്യാണം കഴിക്കാൻ പറ്റുന്ന റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ കല്യാണ നിശ്ചയമെങ്കിലും ഉടനെ നടത്തിയിട്ട് കല്യാണം പതുക്കെയാണെങ്കിലും മതി, പക്ഷേ കല്യാണ നിശ്ചയമെങ്കിലും ഉടനെ നടത്തണം എന്നയാൾ ആഗ്രഹിക്കുന്നവർ കാണുന്നുണ്ട്. അത്യാവശ്യമായിട്ട് നിങ്ങളെ കാണണം എന്നയാൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മേ ബി ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, റീയൂണിയൻ അയാൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ 7 ഓഫ് സോഡാണ്. പാസ്റ്റിൽ നിങ്ങളോട് ചെയ്തിട്ടുള്ള ചതിയെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നു. എന്ത് ചതിയാണ് ചെയ്തിട്ടുള്ളത്? സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അത് പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇയാൾ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ടർബുലൻ്റ് ആയിരുന്നു. അതായത് ഒരു പക്ഷേ ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ രാജാവ് കടലിൻ്റെ നടുക്ക് ഒരു സിംഹാസനം ഇട്ടിട്ട് അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ആ കടൽ എത്രത്തോളം പ്രക്ഷുബ്ധമാണെന്ന് ഇതിൽ നിന്ന് കാണാം. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾക്കുള്ളിലാണ് അയാൾ ഇരുന്നത്. ശരിക്കും ഒരു നെരുപ്പോടിനകത്താണ് അയാൾ ഇരുന്നത്. എന്നിട്ടും അയാൾ നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ ആ സ്നേഹം ചില സമയങ്ങളിൽ അയാൾ പ്രകടിപ്പിച്ചിട്ടില്ല. അതൊരു ചതിയായിരുന്നു എന്നാണ്. ആ സ്നേഹം പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിലായിട്ട് മുഖം തിരിച്ചിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. അത് ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ അയാൾ മുഖം തിരിച്ചിട്ടുണ്ടാവും, അയാൾ മറ്റുള്ള ആളുകളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ചതിയാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ രാജാവ് ഒരിക്കലും നേരെയല്ല നോക്കുന്നത്, എങ്ങോട്ടാണോ നോക്കേണ്ടത് അങ്ങോട്ടല്ല നോക്കുന്നത്, മറ്റൊരു ദിശയിലേക്ക് നോക്കിയെന്നാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ കണ്ടില്ല എന്ന് നടിച്ചിട്ട് വേറെ രീതിയിലേക്ക് അയാൾ പോയി എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ചതിയായിരുന്നു എന്ന് അയാൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് ചതി ചെയ്തു, നിങ്ങളോട് വഞ്ചന ചെയ്തു, നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തു, ഇത് നീതി നിങ്ങൾക്ക് തന്നില്ല എന്ന് അയാൾ വിചാരിക്കുന്നതായിട്ടാണ് ഈ 7 ഓഫ് സോഡിൻ്റെ എനർജിയും കിങ് ഓഫ് കപ്സും പറയുന്നത്. അയാൾക്ക് നല്ല സ്നേഹമുണ്ട്, പക്ഷേ ആ സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിച്ചില്ല, അയാൾ മറ്റുള്ളവരിലേക്ക് പോയി എന്നാണ് കാണുന്നത്. ദെൻ ചാരിയറ്റാണ്. നിങ്ങളിലേക്ക് വരണം ഇപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്നുള്ളൊരു ഭയം ഇയാൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ചാരിയറ്റ് എനർജി നമ്മൾ എക്സ്ട്രീം എൻഡിൽ നിന്നാണ് ഇയാൾ തിരിച്ചു വരുന്നതെന്ന് പറയുന്നത്. ഇയാൾക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടി ഉണ്ട് എങ്കിലും വിൽ പവർ കൊണ്ട് മാത്രം ഇയാൾ തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ തേരാളി, ഈ കുതിരകളെ, ഇത് ശരിക്കും കുതിരകളല്ല, മറ്റ് സ്ഫിങ്സ് എന്ന് പറഞ്ഞൊരു തരം ജീവികളാണ്. ഇവർക്ക് കടിഞ്ഞാണില്ല.
കടിഞ്ഞാണില്ലാത്ത രണ്ട് ജീവികളെ തെളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. കാരണം ഇത് ഇടത്തോട്ട് പോകുമ്പം ഇത് വലത്തോട്ട് പോകും. അപ്പോൾ അവരെ കടിഞ്ഞാണില്ലാതെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അപ്പോൾ അത്രത്തോളം വിൽ പവർ ഉള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇയാളെ സംബന്ധിച്ച് ഇയാളിപ്പോൾ ഡിറ്റർമിൻഡ് ആണ്, തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളിലേക്ക് തന്നെ വരണം എന്നയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണം, നിങ്ങളുടെ ചലനം മറ്റു കിടക്കുന്ന റിലേഷൻഷിപ്പിലൊരു മൂവ്മെൻറ്റ് വേണം എന്നയാൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ഇതിൽ ശരിക്കും മനസ്സുകൊണ്ട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അംഗീകരിക്കുന്നതായിട്ടും അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും റീയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 8 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. ഇയാൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ, അയാൾ നിങ്ങളിലേക്ക് എത്രയും വേഗം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ വിദേശത്തായിരിക്കാൻ സാധ്യതയുണ്ട്. അയാൾ നിങ്ങളിലേക്ക് വന്ന് എയർ ട്രാവൽ ചെയ്ത് നിങ്ങളിലേക്ക് വരണം, നിങ്ങളെ കാണണം, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാവണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേഷനെങ്കിലും വേണമെന്ന് അയാൾ അതിയായി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും, നിങ്ങളായിരിക്കും അല്ലെങ്കിൽ അയാളായിരിക്കും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടത്. ഇപ്പോൾ അയാൾ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ദെൻ ജഡ്ജ്മെൻ്റ് ആണ്. ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇയാൾ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷേ ഇയാൾക്ക് എങ്ങനെ വരണം എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ല. വന്നാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ധാരണയില്ല. ശരിക്കും ഇയാൾക്ക് ഇപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് തീർത്തും അന്യനായിട്ടുള്ള ഒരാളാണ്, അന്യയായിട്ടുള്ള ഒരാളാണ്. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അയാൾക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു ധാരണയും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്താലാണ് നിങ്ങളിലേക്ക് വരാൻ പറ്റുക, ഏത് സോഴ്സിലൂടെ വരണമെന്നൊക്കെ ഇയാൾക്ക് കഠിനമായ ആശങ്കയുള്ളതായിട്ടാണ് കാണുന്നത്. അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പം മറ്റുള്ളവരോട് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം നിങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാവും. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വെയർബോർഡ്സ് ഒക്കെ അയാൾ ആലോചിക്കുന്നുണ്ടാവാം, ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളെ അനലൈസ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? 3 ഓഫ് വാണ്ട് പറയുന്നത് എയർ ട്രാവൽ ചെയ്ത് വരണം എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നു എന്നാണ്. പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനാണ്. നിങ്ങളിലേക്ക് വരണം എന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്, അതിനുള്ള പ്ലാനിങ് അയാൾ ചെയ്യുന്നു എന്നാണ് കാണുന്നതാണ് 3 ഓഫ് വാണ്ട് പറയുന്നത്. അയാൾ എങ്ങനെ വരണം, എപ്പോൾ വരണം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ, പ്ലാനിങ്ങുകളൊക്കെ നടത്തുന്നതായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് 3 ഓഫ് സോഡാണ്. അയാൾ ഹാർട്ട് ബ്രോക്കൺ ആണ്. ശരിക്കും ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് ഒരു നീതി തന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി. അതാണ് ഈ 7 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ചതിയുടെ കാർഡ് പറയുന്നത്. നിങ്ങളോട് ചെയ്തത് ചതിയായിപ്പോയി, നിങ്ങൾക്കൊരു നീതി തന്നില്ല എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചിപ്പോൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അയാളെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ റിലേഷൻഷിപ്പ് നിലവിലില്ലാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ അയാൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നേക്കുമായിട്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് അയാൾ വിചാരിക്കുമ്പോൾ അയാൾക്ക് ഹൃദയം നുറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ടാവും. ഹൃദയത്തിൽ 3 വാള് തറച്ചതുപോലുള്ള വേദനയൊക്കെ അയാളിപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. ഹാർട്ട് ബ്രോക്കൺ ആണ്. അതിൻ്റെ ബോട്ടം നിൽക്കുന്ന ജസ്റ്റിസ് തന്നെയാണ്. അപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ നീതി ചെയ്തില്ല, ഞാൻ ജസ്റ്റിസ് ചെയ്തില്ല എന്ന് ആത്മാർത്ഥമായിട്ട് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ക്ഷമ പറയണം, നിങ്ങളോട് വന്ന് മാപ്പ് പറയണം എന്നയാൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ സ്പ്രെഡ് പറയുന്നത്. അപ്പം ഇതിൽ ശരിക്കും പൂർണ്ണമായിട്ടും എൻ്റെ പൈപ്പ് റിലേഷൻഷിപ്പാണ്. പക്ഷേ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ തരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അയാൾക്ക് സ്റ്റക്നെസ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വരണം എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ല. നിങ്ങളിലേക്ക് എങ്ങനെ, കാരണം നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, എവിടെയാണുള്ളത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് ഒരു ധാരണയും ഇയാൾക്കുള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടുള്ളൊരു സ്റ്റക്നെസ്സിലാണ് അയാളുള്ളത്. പക്ഷേ അയാൾ വരും എന്നാണ് കാണുന്നത്, റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ഇത് ആർക്കൊക്കെ റെസൊനേറ്റ് ആവും നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. കുറച്ച് സ്പെല്ലിങ്സ് പറയാമേ. JPAC, വീണ്ടും C ഉണ്ട്, T ഉണ്ട്, S ഉണ്ട്, K ഉണ്ട്, വീണ്ടും J വന്നിട്ടുണ്ട്, E വന്നിട്ടുണ്ട്, W വന്നിട്ടുണ്ട്, T വന്നിട്ടുണ്ട്, T S. ഓക്കെ, ദെൻ ക്ലോസ് നോക്കാം. 42 ഇയേഴ്സ് വന്നിട്ടുണ്ട്, 42 ഇയേഴ്സ്. M എന്ന അക്ഷരം വന്നിട്ടുണ്ട്. ദെൻ 1981 എന്ന് വന്നിട്ടുണ്ട്. D എന്ന അക്ഷരം വന്നിട്ടുണ്ട്, D. 44 എന്ന് വന്നിട്ടുണ്ട്. 5th ഡേറ്റ് ആണേ, 5th ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ് വന്നിട്ടുണ്ട്, മെയ് മാസം. മേ ബി മെയ് മാസമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയത്, അല്ലെങ്കിൽ നിങ്ങളുടെ റീയൂണിയൻ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത്, ലാസ്റ്റ് മീറ്റ് ചെയ്തതൊക്കെ ആവാം. ഡൽഹി എന്ന് വന്നിട്ടുണ്ട്. O എന്ന അക്ഷരം വന്നിട്ടുണ്ട്.
47 എന്ന് വന്നിട്ടുണ്ട്. 1999 എന്ന് വന്നിട്ടുണ്ട്. കൊല്ലം എന്ന് വന്നിട്ടുണ്ട്. കൊല്ലം 45 വയസ്സാണേ. 45 വയസ്സ്. ഇതിലേതെങ്കിലും ക്ലൂ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കണേ. 33 ഇയേഴ്സ് വന്നിട്ടുണ്ട്. 33 ഇയേഴ്സ്. 16th ഡേറ്റ് വന്നിട്ടുണ്ട്. 3rd ഡേറ്റ് വന്നിട്ടുണ്ട്. ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട്. ഒക്ടോബർ മന്ത്. 31 വയസ്സ്. 24th 24 വയസ്സ്. അല്ല സോറി 24th 25th ഇതൊക്കെ ഡേയ്സ് ആണ്. 24-ാം തീയതി 25-ാം തീയതി 1985 2001 ജെ എന്ന അക്ഷരം. ദെൻ കണ്ണൂർ എന്നൊരു സ്ഥലം. ഓക്കെ, ഇത്രയും വന്നിട്ടുണ്ട്. കുറച്ച് നമ്പേഴ്സും കൂടെ പറയാം. 11 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 1 വന്നിട്ടുണ്ട്. അതുപോലെ 4 വന്നിട്ടുണ്ട്. 7 വന്നിട്ടുണ്ട്. 14 വന്നിട്ടുണ്ട്. വീണ്ടും 7 വന്നിട്ടുണ്ട്. 8 വന്നിട്ടുണ്ട്. 20 വന്നിട്ടുണ്ട്. 3 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്ലൂസ് ഉണ്ടോ എന്ന് നോക്കുക. അവർക്ക് കൂടുതൽ റെസനേറ്റ് ആയിരിക്കും. ഇത് ജനറൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആണെങ്കിൽ മാത്രം എടുക്കുക, അല്ലെന്നെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവ്സിനെ ഒരു കാരണവശാലും അട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ എത്രത്തോളം കൂടുതൽ വിശ്വസിക്കുന്നോ അത്രത്തോളം അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആയിട്ട് നമുക്കവിടെ കിട്ടിയിട്ടുള്ള സ്പ്രെഡ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.